ഹലോ. മുരിങ്ങയില എപ്പോഴും ആരോഗ്യത്തിന് ഭയങ്കര അടിപൊളിയാണെന്നല്ലേ പറയുന്നത്. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് ഊരി അരിഞ്ഞെടുക്കുക എന്ന് പറയുന്നത് ആരോഗ്യത്തിന് അത്ര അടിപൊളിയായിട്ടുള്ള കാര്യമല്ല കേട്ടോ. ഷോൾഡർ പെയിനും കാര്യങ്ങളൊക്കെ ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ കുറച്ച് റിസ്കി ആയിട്ടുള്ള പരിപാടിയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം അത്യാവശ്യം നല്ല മടിയാണ് കേട്ടോ ഈ ഒരു ഇല ഊരി അരിഞ്ഞ് പറക്കി എടുക്കുക എന്നൊക്കെ പറയുന്നത്. ഇന്ന് പിന്നെ എന്തായാലും ഇന്നലെ കുറച്ച് ഇല കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നമുക്ക് ഊരിയെടുത്തല്ലേ പറ്റുള്ളൂ. അതൊക്കെ സെറ്റാക്കിയപ്പോൾ ദേ ഒരു കമ്പ് കണ്ടപ്പോൾ എനിക്ക് പെട്ടെന്നൊരു ഐഡിയ തോന്നി കേട്ടോ. സംഭവം കൊള്ളാമല്ലോ, നമുക്ക് ഇത് വെച്ചിട്ട് ക്രാഫ്റ്റ് ചെയ്താലോ എന്നൊക്കെ ഞാനിങ്ങനെ വിചാരിച്ചു. എന്തെങ്കിലുമൊക്കെ തട്ടിക്കൂട്ടാൻ പറ്റുമെന്നൊക്കെ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചു മറിച്ച് നോക്കി. എന്നിട്ട് പിന്നെ ഞാൻ ആ ശ്രമം ഉപേക്ഷിച്ചു കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ഇത് ലോങ് ലാസ്റ്റ് ചെയ്യില്ല. അപ്പോൾ ഇലയൊക്കെ ഊരിയെടുത്തു. ഇനി എനിക്ക് ഇൻട്രസ്റ്റ് ഉള്ളൊരു പരിപാടിയിലോട്ട് കിടക്കുവാണ് കേട്ടോ. എനിക്ക് ഏറ്റവും ഇൻട്രസ്റ്റ് ഉള്ള പരിപാടിയാണിത്. ഇതേപോലെയുള്ള എന്തെങ്കിലുമൊക്കെ സംഭവങ്ങൾ ക്രാഫ്റ്റ് വർക്കൊക്കെ ചെയ്യാമെന്നുള്ള കാര്യം. അപ്പോൾ നമുക്ക് മുരിങ്ങയില പോലെ ഇരിക്കുന്ന ഒരു സംഭവം ഉണ്ടാക്കിയെടുക്കാം. ഇവിടെ കുറച്ച് സൺഫ്ലവർ സീഡ് ഇരിക്കുന്നുണ്ട്. ഒരു വീഡിയോയിൽ ഞാനൊരു വർക്ക് ചെയ്ത് കാണിച്ചിട്ടുണ്ട്. നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്നറിയത്തില്ല. ഇത് കുറച്ചായി കേട്ടോ. അപ്പോൾ ഒരു ടേസ്റ്റ് വ്യത്യാസം വരുമല്ലോ, കഴിക്കാൻ പറ്റത്തില്ല. അപ്പോൾ എന്തായാലും കളയണ്ട, നമുക്കിതിനെ ഇതേപോലെ എന്തെങ്കിലും ആക്കി എടുക്കാമല്ലോ. അപ്പോൾ ഒരു ഈർക്കിലെടുക്കുക. നമുക്ക് പറ്റുന്ന പോലെ ഗ്ലൂ ഗൺ വെച്ചിട്ട് ലീഫുകൾ ഇതേപോലെ ഒട്ടിച്ചു കൊടുക്കുക. ഇഷ്ടമുള്ള കളറ് ഫ്ലവറും ചെയ്ത് കൊടുക്കുക കേട്ടോ. ഭയങ്കര അടിപൊളിയായിട്ട് നല്ലൊരു വർക്കല്ലേ, മാഷാല്ലാ. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. നമ്മുടെ വിഷു ആണ് കഴിഞ്ഞു പോയത്. കുറച്ച് ലേറ്റായിപ്പോയി. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു സംഭവം വിഷുവിന് യൂസ് ചെയ്യാമായിരുന്നു കേട്ടോ. അപ്പോൾ ഇതേപോലെ ഞാൻ ഗ്രീൻ കളർ പെയിൻറ്റ് ഈർക്കിലും അതുപോലെ തന്നെ ആ ഒരു സീഡിലും ഒക്കെ അടിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മുടെ ഇഷ്ടത്തിന് പെയിൻറ്റ് ചെയ്തെടുക്കുക കേട്ടോ. സെയിം സംഭവം നമുക്ക് പല കളറിലോട്ടൊക്കെ മാറ്റിയും തിരിച്ചുമൊക്കെ ചെയ്യാം. അപ്പോൾ എങ്ങനെയുണ്ട് വീഡിയോ? ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യും കേട്ടോ.